സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതല്ലേ, ചുമരിന് കുത്തി സ്വന്തം ഭാര്യയെ ഇടിക്കുന്നത് കാണാത്തത് അവിടെ ഉള്ളത്? നിങ്ങൾ ഈ മാപ്രകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് പറയാം? പേരെവിടെ എല്ലാവർക്കും അറിയാം, പേരെവിടെ എല്ലാവർക്കും അറിയാം, പേരിവിടെ എല്ലാവർക്കും അറിയാം, പേരൊക്കെ ഇവിടെ ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്കകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ഭാര്യയെ ചുമരിനിട്ട് ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ അവർ വീണതും അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് അത് ചോദിക്കണ്ട. നിങ്ങൾ അവിടുന്ന് വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭീഷണി വേണ്ട ആരോപണം അല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ തേടണം. ഞാൻ പറഞ്ഞ എന്താണ്, ബിപിൻ സി ബാബുവിനെതിരായിട്ട് BJP-യിൽ അദ്ദേഹം ചേർന്നു. ആ ബിപിൻ സി ബാബുവിനെതിരെ 2.5 വർഷം മുമ്പ് ഒരു ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ സന്ദർഭം അറിയാതെ ഇങ്ങനെ ബഹളം വെക്കില്ലേ? അപ്പൊ 2.5 വർഷം മുമ്പുണ്ടായിരുന്ന ഗാർഹിക പീഡന കേസ് അദ്ദേഹം BJP-യിൽ ചേരുന്നത് വരെ കേസ് കൊടുക്കാൻ പറ്റിയ ഒരു കേസായിരുന്നില്ല. അപ്പൊ ഇത്രയും മ്ലേച്ഛമായ ഒരു പ്രതികാര നടപടി പാർട്ടിയിലേക്ക് ചേർന്ന ഒരാൾക്കെതിരെ ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞത്, അത്തരം കേസുകൾ നേരത്തെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അത്തരം കേസുകൾ ഉണ്ടായിരുന്നവരെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിസഭയിലേക്കും ഒക്കെ ഉൾപ്പെടുത്തിയത് എന്തിനാണ്? പ്രസക്തമായ ഈ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ തിളച്ചു മറയുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ദയവായി ശരിയായ കാര്യങ്ങൾ സംസാരിക്കാം. ശരി വേറെ